സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ രാമു നടത്തുന്ന പത്രസമ്മേളനമാണ്. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഞങ്ങളുടെ ഫെഡറേഷന്റെ വൈസ് പ്രസിഡന്റ് സി ജയൻ ബാബു ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഫെഡറേഷന്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളാണ് ഞാൻ. സുന്ദരപിള്ള എന്നാണ് പേര്. ജനറൽ സെക്രട്ടറി ശ്രീ ആർ രാമുവിനെ ഈ പത്രസമ്മേളനത്തിലെ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. നിങ്ങൾ ഈ പത്രസമ്മേളനത്തിലെ ഉള്ളടക്കം കുറിപ്പ് നിങ്ങൾ എത്തിച്ചിട്ടുണ്ട്. പാവപ്പെട്ട ചുവടുതൊഴിലാളികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സമരത്തിന്റെ പ്രചരണാർത്ഥമാണ് ഈ പ്രചരണ ജാഥകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. 3 ലക്ഷം ചുവടുതൊഴിലാളികൾ കേരളത്തിൽ യെല്ലോ കാർഡ് വാങ്ങിയിരുന്നു. അതിൽ 50,000 പേർക്കാണ് നമുക്ക് ഈ ക്ഷേമ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. 50,000 പേർ. അപ്പോൾ ക്ഷേമ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ള തൊഴിലാളികളുടെ ജീവിതം അത്യാവശ്യം ഒരു സാമൂഹ്യ നീതി പുലർത്തുന്നതാണ് അവരുടെ ജീവിതം. എന്നാൽ പൂർണ്ണമല്ല. ഒരു 40% തൊഴിലാളികളുടെ ചുമതൊഴിലാളികളുടെ ജീവിതം അത്യാവശ്യം അവരുടെ ജീവിതം ഒരു മര്യാദയ്ക്ക് കൊണ്ടുപോകാനാവുന്നുണ്ട്. പഴയ ചുമതൊഴിലാളിയല്ല. ഇപ്പോൾ ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികളിൽ 48 മക്കൾ തൊഴിലാളികൾ 40 മെഡിസിൻ പഠിക്കുന്നുണ്ട്. എഞ്ചിനീയറിംഗിന് 128 പഠിക്കുന്നുണ്ട്. നിയമം LLBക്ക് പഠിക്കുന്ന നിരവധി തൊഴിലാളികളുടെ മക്കളുണ്ട്. ഡിഗ്രിക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ അങ്ങനെ വിവിധ തലങ്ങളിൽ പഠിക്കുന്ന നിരവധി തൊഴിലാളികളുടെ മക്കളുണ്ട്. അപ്പോൾ ഈ ബോർഡിൻ്റെ ഒരു പ്രോത്സാഹനമാണ് അക്കാര്യത്തിൽ തൊഴിലാളികളെ പ്രേരിപ്പിക്കുന്നത്. ബോർഡ് നൂതനമായ ചില മറ്റ് നിർദ്ദേശങ്ങൾ അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നില്ല. അത് നമ്മൾ പറയാനുള്ള അവസരമുണ്ട്. മുഖ്യമന്ത്രി കിട്ടുന്ന വലിയ വേദി നമ്മൾ കിട്ടുന്നുണ്ട്. അതിൽ പറയാം. തൊഴിലാളികളുടെ മക്കളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില ശക്തിയായ ഇടപെടലുകൾ നടത്താൻ ആഗ്രഹിക്കുന്നു. ഇത് ഈ തൊഴിൽ കേരളത്തിലെ ചുമട് തൊഴിൽ അനുദിനം നഷ്ടപ്പെടുകയാണ്. ഈ മാറിയ സാഹചര്യം അതിന് പ്രചോദനമാണ്. ഇപ്പോൾ കാലം ഒരുപാട് മാറി. ആ മാറ്റത്തിനനുസരിച്ച് നമ്മുടെ നാട് മാറുകയാണ്. അപ്പോൾ നമ്മുടെ നാടും അതിനനുസരിച്ച് മാറുമ്പോൾ ചുമട് തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടമാവുന്നത് നീതീകരിക്കാൻ കഴിയുന്നതല്ല. കേരളമാണ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ അഭ്യസ്തവിദ്യരുള്ളത്. അപ്പോൾ കേരളത്തിൽ നമുക്ക് ഒരു സംസ്ഥാന ഗവൺമെന്റിനെ കൊണ്ട് മാത്രം തൊഴിൽ കൊടുക്കാൻ സാധ്യമല്ല. എന്നാൽ സംസ്ഥാന ഗവൺമെന്റ് ആയ സാധ്യതയ്ക്കപ്പുറമാണ് PSC മുഖാന്തരം അല്ലാതെ തൊഴിൽ കൊടുക്കുന്നത്. ഒരു വ്യവസായ സംരംഭങ്ങളൊക്കെ തന്നെ വളരെ വിപുലമാണ്. എന്നാലും ഒരുപാട് തൊഴിൽ അന്വേഷകരുണ്ട്. ഏകദേശം 2-2.5 ലക്ഷം പാവപ്പെട്ട തൊഴിലുകളാണ് ജീവിക്കുന്നത് കേരളത്തിൽ. അപ്പം ഇന്നത്തെ ഈ സാമൂഹിക ചുറ്റുപാട് തുടർന്നാൽ 5 വർഷത്തിനപ്പുറം ഈ തൊഴിൽ രംഗം തന്നെ അന്യമാവും. 5 വർഷത്തിനപ്പുറം പോകാൻ പറ്റില്ല. ക്ഷേമനിധിയും അല്ലാത്ത പ്രയാസം ആവുമെന്നാണ് നമ്മളുടെ ഒരു പരിശോധനാ റിപ്പോർട്ട് കാണിക്കുന്നത്.